ഹലോ, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അമൽന എം.എസ്. ഞാൻ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാമിന്റെ പാർട്ട് 2-ലുള്ള മൊഡ്യൂൾ 6-ലെ സബ്ജക്ട്സ് ആയിരിക്കും ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, പാർട്ട് 2-ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്, ലോ സബ്ജക്ട്സിനെ കുറിച്ചിട്ടുള്ള പോർഷൻസ് എല്ലാം വരുന്നത് പാർട്ട് 2-ലാണ്. അതിൽ തന്നെ മൊഡ്യൂൾ 6-ൽ നമുക്ക് 4 ആക്ടുകൾ വരുന്നുണ്ട്. ഈ 4 ആക്ടിൽ കേരള ടാക്സ് ഓൺ ലക്ഷറീസ് ആക്ട് 1976 ആണ് നമ്മളിപ്പോൾ തുടങ്ങി വെക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ കേരള ടാക്സ് ഓൺ ലക്ഷറീസ് ആക്ട് 1976 നമ്മൾ ലക്ഷറീസ് ആയിട്ടുള്ള പല കാര്യങ്ങളും യൂസ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. പക്ഷേ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ലക്ഷറി എന്ന് പറയുന്ന ആ ടേമിന് കീഴിൽ വരുന്നത്? നമ്മളിപ്പോൾ ഒരു വീട് വെച്ചു, അടിപൊളി വീട് വെച്ചു. അത് എത്ര വിസ്തീർണമുള്ളൊരു വീടായാൽ അത് ലക്ഷറി ആക്ടിന് കീഴിൽ വരും, ഇനി അതിന് എത്രയാണ് നമ്മൾ ലക്ഷറി ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ആക്ടിൽ പറയുന്നത്. എന്തിനാണ് ഈ ലക്ഷറി ടാക്സ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്? ടു ലെവി ആൻഡ് കളക്ടിങ് ലക്ഷറി ടാക്സ്, അതായത് നമ്മുടെ ആഡംബര നികുതി ചുമത്താനും അത് ഈടാക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ ലക്ഷറി ടാക്സ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ടു ലെവി ആൻഡ് കളക്ട് ലക്ഷറി ടാക്സ്. ഇനി നമുക്കറിയാം, നമ്മളിപ്പോൾ പല യങ്ങർ ജനറേഷനും ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ലൈഫ് കണ്ടിന്യൂ ചെയ്യണം, അങ്ങനെ ഒന്ന് ജീവിച്ചു പോകണം എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് അത് ലക്ഷറി ടാക്സിന് കീഴിൽ വരുന്നത് എന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ സിലബസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, സിലബസിൽ എഴുതിയിട്ടുള്ളത് കേരള ടാക്സ് ഓൺ ലക്ഷറീസ് ആക്ട് എന്നായിരിക്കില്ല, കേരള ടാക്സ് ഓൺ ലക്ഷറീസ് ഇൻ ഹോട്ടൽസ് ആൻഡ് ലോഡ്ജിംഗ് ഹൗസസ് ആക്ട് എന്നായിരിക്കും. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരുമായിരിക്കും. ശരിക്കും ഈ ആക്ട് നിലവിൽ വരുന്ന സമയം ഹെഡിങ് അങ്ങനെ തന്നെ ആയിരുന്നു, കേരള ടാക്സ് ഓൺ ലക്ഷറീസ് ഇൻ ഹോട്ടൽസ് ആൻഡ് ലോഡ്ജിംഗ് ഹൗസസ് ആക്ട്. അന്ന് ഹോട്ടൽസും ഈ ലോഡ്ജിംഗ് ഹൗസസും മാത്രമേ ഇതിന് കീഴിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ സിലബസിലുള്ള ബാക്കി കണ്ടൻസ് എല്ലാം ഈ കേരള ടാക്സ് ഓൺ ലക്ഷറീസ് ആക്ട് എന്ന് പറയുന്ന ആക്ടിന് കീഴിലുള്ള കണ്ടൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ രണ്ടിലുള്ള കാര്യങ്ങളും സെയിം ആയിട്ടുള്ള മാറ്റേഴ്സ് തന്നെയാണ്, പക്ഷേ നമ്മുടെ പേര് മാത്രം മാറിയിട്ടുണ്ട്. പുതിയ നമ്മുടെ കേരള ടാക്സ് ഓൺ ലക്ഷറീസ് ആക്ട് കൊണ്ടുവന്നപ്പോൾ കൂടുതൽ ഹോം സ്റ്റേസും ഗസ്റ്റ് ഹൗസ്, ഇതെല്ലാം ലക്ഷറീസ് ആക്ടിന് കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പണ്ടത്തെ ആക്ട് ആ ഹെഡിങ്ങിന്റെ കീഴിൽ മുമ്പ് ഹോട്ടൽസും ലോഡ്ജിംഗ് ഹൗസസും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ടു ലെവി ആൻഡ് കളക്ടിങ് ലക്ഷറി ടാക്സ്. ലക്ഷറി ടാക്സ് ഈടാക്കാനും അത് ചുമത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ആക്ട് 32 ഓഫ് 1976 1976 പാസാക്കിയ 32ാമത്തെ നിയമമാണ് കേരള ടാക്സ് ഓൺ ലക്ഷറീസ് ആക്ട്. നമ്മൾ ഏതൊരു ആക്ടിന്റെ കീഴിലും ഇങ്ങനെ ആക്ട് ഇത്ര ഓഫ് ഇന്ന വർഷം എന്ന് വന്നിട്ടുണ്ട് എങ്കിൽ ആ പറഞ്ഞ വർഷത്തിൽ പാസാക്കിയ ഇത്രാമത്തെ ആക്ട് ആണ് എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരള ടാക്സ് ഓൺ ലക്ഷറീസ് ആക്ട് 1976 1976 പാസാക്കിയ 32ാമത്തെ നിയമമാണ്. ഇനി എന്നാണ് അത് നിലവിൽ വന്നതെന്ന് നോക്കൂ. കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1 ജൂലൈ 1976. 1976 ജൂലൈ 1-നാണ് നമ്മുടെ നിയമം നിലവിൽ വന്നിട്ടുള്ളത്. ഈ കേരള ടാക്സ് ഓൺ ലക്ഷറീസ് ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, എക്സ്റ്റെൻഡ് ടു ഹോൾ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് കേരള. ഇനി എവിടെയൊക്കെയാണ് ഈ ആക്ട് ബാധകമാകുന്നത്? നമ്മുടെ കേരളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ആക്ട് ബാധകമാകുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ അതിൻ്റെ ആ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എന്തിനാണ് ഈ ആക്ട് പാസ്സാക്കുന്നത്? എന്തിനാണ്? ആഡംബര നികുതി ഈടാക്കാനും അത് ചുമത്താനും വേണ്ടിയിട്ടാണ് കേരള ടാക്സ് ഓൺ ലക്ഷറീസ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. 1976 32ാമത്തെ ആക്ടാണിത്. എന്നാണ് നിലവിൽ വന്നത്? ജൂലൈ 1 1976. ഇനി ഇത് എവിടെയൊക്കെയാണ് ബാധകമാകുന്നത്? കേരളത്തിലൊട്ടാകെ ബാധകമാണ്. നമ്മുടെ മൊഡ്യൂൾ 6 മിക്കവാറും ഒരു 5 മാർക്കിനായിരിക്കും നമ്മുടെ സിലബസ് അനുസരിച്ച് ക്വസ്റ്റ്യൻസ് വരിക. അതായത് ഈ 4 ആക്ടിൽ നിന്ന് കൂടി 5 മാർക്കിന് ചോദിക്കുമായിരിക്കും. അപ്പോൾ മേ ബി ഓരോ ആക്ടിൽ നിന്നും ഓരോ മാർക്ക്. പക്ഷേ ഈ 5 മാർക്ക് നമുക്കങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല. 5 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു മാർക്ക് നഷ്ടപ്പെട്ടാൽ തന്നെ മേ ബി നമ്മളൊരു 50 റാങ്കെങ്കിലും പുറകിൽ പോകും. അപ്പം നമുക്ക് അങ്ങനെ ഒരു റിസ്ക് നമുക്ക് എടുക്കേണ്ടതായിട്ടില്ല. നമ്മൾ പുറകിലോട്ട് പോകുന്ന കാര്യം ഒരു കാരണവശാലും ചിന്തിക്കേണ്ട. എന്തായാലും ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയുന്നതായിരിക്കും. അത് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ തന്നെ നമുക്ക് മാർക്ക് കയറി വരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ബാക്കി ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇനി സെക്ഷൻ 2-ലാണ് ഡെഫിനിഷൻസ് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡെഫിനിഷൻസ് ആയിരിക്കും മെയിനായിട്ട് നോക്കുന്നത്. അതും കംപ്ലീറ്റ് ചെയ്യുന്നില്ല, നമുക്ക് പറ്റുന്ന അത്രയും പോർഷൻസ് നമുക്കിന്ന് കവർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡെഫിനിഷൻസിലോട്ട് കിടക്കാം.
എല്ലാ ഡെഫിനിഷൻ ക്ലോസസിന്റെയും തുടക്കത്തിൽ നമ്മൾ ഏത് ആക്ട് വായിച്ചാലും മനസ്സിലാവും അൺലെസ് എന്താണ് കോണ്ടെക്സ്റ്റ് അതർവൈസ് റിക്വയർ, അതായത് ഈ പറയുന്ന വാക്കുകളുടെ അർത്ഥം മീനിങ് എന്ന് പറയുന്നത് ഈ പറയുന്നത് ഇതിൽ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ ഈ ആക്ടിൽ വേറെ എവിടെയെങ്കിലും ഇപ്പൊ കമ്പനി എന്ന് പറയുന്ന വാക്കിന് വേറെ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടെന്ന് ആ സെക്ഷനിൽ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മീനിങ് കൂടി ഇൻക്ലൂഡ് ചെയ്യും. അല്ലാത്തിടത്തോളം ഈ ഡെഫിനിഷൻ ക്ലോസസിൽ പറയുന്ന മീനിങ് ആയിരിക്കും ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഈ ആക്ടിൽ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. സെക്ഷൻ 2 ആണ് ഡെഫിനിഷൻസ് പറയുന്നത്. സെക്ഷൻ 2 ക്ലോസ് ബി അസസിംഗ് അതോറിറ്റിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 2 ക്ലോസ് ബിയിൽ അസസിംഗ് അതോറിറ്റിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. എന്താണ് അസസിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്? അസസിംഗ് അതോറിറ്റി മീൻസ് ആൻ അസസിംഗ് അതോറിറ്റി അപ്പോയിന്റഡ് അണ്ടർ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 3. സെക്ഷൻ 3 ക്ലോസ് 1ൽ നമ്മുടെ ഈ ആക്ടിന്റെ തന്നെ സെക്ഷൻ 3 ക്ലോസ് 1ൽ ഒരു അസസിംഗ് അതോറിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്രകാരം അപ്പോയിന്റ് ചെയ്യുന്ന അതോറിറ്റിയെയാണ് അസസിംഗ് അതോറിറ്റി എന്ന് ഈ ആക്ടിലുടനീളം മീൻ ചെയ്യുന്നത്. അപ്പൊ നോർമലി നമ്മൾ അസസിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തിട്ടപ്പെടുത്താനായിട്ട് ഒരു അതോറിറ്റി ഉണ്ട്. അതിനെ എന്താണ് അതിലുള്ള കാര്യങ്ങൾ അനുമാനിച്ച് അതിനെ തിട്ടപ്പെടുത്താനായിട്ട് ഒരു അതോറിറ്റി ഉണ്ട്. അതിനാണ് അസസിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. സെക്ഷൻ 3 ക്ലോസ് 1ൽ ഗവൺമെന്റിന് ഒരു അസസിംഗ് അതോറിറ്റിയെ നിയമിക്കാനുള്ള അധികാരമുണ്ട്. അപ്രകാരം നിയമിക്കുന്ന അസസിംഗ് അതോറിറ്റിയാണ് സെക്ഷൻ 2 ക്ലോസ് ബിയിൽ പറയുന്ന ഡെഫിനിഷനിൽ ഉൾപ്പെടുന്നത്. ഇപ്പോൾ എന്താണ് ടാക്സ് ഈടാക്കാൻ ഞാനിപ്പോൾ ഒരു എന്താണ് ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു വീട് വെച്ചു, അതിന് ടാക്സ് ഈടാക്കണം. അതിനൊരു അസസിംഗ് അതോറിറ്റിയെ ഗവൺമെന്റ് എന്താണ് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ അസസിംഗ് അതോറിറ്റി വന്നിട്ട് എന്നോട് പറയുന്നു നിങ്ങളുടെ വീട് ഇത്ര ഏക്കർ സ്ക്വയർ ഫീറ്റിലുള്ളതാണ്, അപ്പോൾ നിങ്ങൾ ഇത്ര ലക്ഷറിയസ് ടാക്സ് അടയ്ക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള അതോറിറ്റിയാണ് അസസിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. അതാണ് സെക്ഷൻ 3 ക്ലോസ് 1ലാണ് അവരെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്രകാരം അപ്പോയിന്റ് ചെയ്യുന്ന അതോറിറ്റിയാണ് അസസിംഗ് അതോറിറ്റി. ഓക്കെ അല്ലേ? അപ്പൊ സെക്ഷൻ 2 ക്ലോസ് ബിയിൽ അസസിംഗ് അതോറിറ്റിയുടെ ഡെഫിനിഷൻ എന്താണ് പറയുന്നത്? അസസിംഗ് അതോറിറ്റി മീൻസ് ആൻ അസസിംഗ് അതോറിറ്റി അപ്പോയിന്റഡ് അണ്ടർ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 3. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കാം. സെക്ഷൻ 2 ക്ലോസ് ബി ബി അപ്പലേറ്റ് അതോറിറ്റി. സെക്ഷൻ 2 ക്ലോസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ ആണ് കേട്ടോ. അപ്പലേറ്റ് ട്രിബ്യൂണൽ. എന്താണ് അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്? അപ്പലേറ്റ് ട്രിബ്യൂണൽ മീൻസ് ദ അപ്പലേറ്റ് ട്രിബ്യൂണൽ അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 4 ഓഫ് കേരള ജനറൽ സെയിൽസ് ടാക്സ് ആക്ട്. നമ്മുടെ കേരള ജനറൽ സെയിൽസ് ടാക്സ് ആക്ട് 1963 സെക്ഷൻ 4 പ്രകാരം ഒരു അപ്പലേറ്റ് ട്രിബ്യൂണലിനെ അപ്പോയിന്റ് ചെയ്യും. അതിനെയാണ് ഇവിടെയും ഈ ആക്ടിലും അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു അസസിംഗ് അതോറിറ്റി വന്നിട്ട് എന്താണ് ടാക്സ് ഇത്ര അടയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തിട്ടപ്പെടുത്തും. അപ്പൊ എനിക്ക് തോന്നുന്നില്ല എൻ്റെ വീട് അത്രയും ലക്ഷറിയസ് ആണെന്നോ ഈ പറയുന്ന അത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നോ അല്ല എൻ്റെ അഭിപ്രായം. ഞാൻ അതുമായിട്ട് യോജിച്ചു പോകുന്നില്ല, എനിക്ക് ഈ പറയുന്ന ടാക്സ് അടയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു അപ്പലേറ്റ് ട്രിബ്യൂണലിനെ സമീപിക്കും. അതായത് ഒരു അപ്പലേറ്റ് അതോറിറ്റി, ഇതിന് മുകളിലുള്ളൊരു അതോറിറ്റി, ഞാൻ അവിടെ അപ്പീലുമായിട്ട് പോകുന്നു. അതാണ് സിമ്പിൾ മീനിങ് എന്ന് പറയുന്നത് അപ്പലേറ്റ് ട്രിബ്യൂണൽ. അതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ അപ്പലേറ്റ് ട്രിബ്യൂണലിനെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എവിടെയാണ് പറയുന്നത്? കേരള ജനറൽ സെയിൽസ് ടാക്സ് ആക്ട് 1963 സെക്ഷൻ 4ലാണ് പറയുന്നത്. ഓക്കെ, 2 ക്ലോസ് ബിയിൽ അസസിംഗ് അതോറിറ്റി പഠിച്ചു, 2 ക്ലോസ് ബിയിൽ അപ്പലേറ്റ് ട്രിബ്യൂണലും പഠിച്ചു. ഇനി അടുത്തത് സെക്ഷൻ 2 ക്ലോസ് സി ബോർഡ് ഓഫ് റവന്യൂ. എന്താണ് ബോർഡ് ഓഫ് റവന്യൂ? സെക്ഷൻ 2 ക്ലോസ് സിയിൽ ഈ ആക്ടിൽ സെക്ഷൻ 2 ക്ലോസ് സിയിലാണ് ബോർഡ് ഓഫ് റവന്യൂ എന്താണെന്ന് പറയുന്നത്. മീൻസ് ദ ബോർഡ് ഓഫ് റവന്യൂ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ കേരള ബോർഡ് ഓഫ് റവന്യൂ ആക്ട് 1957. 1957 കേരള ബോർഡ് ഓഫ് റവന്യൂ ആക്ട് പ്രകാരം എന്താണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ബോർഡ് ഓഫ് റവന്യൂവിനെയാണ് ഈ ആക്ടിലും ബോർഡ് ഓഫ് റവന്യൂ എന്ന് മീൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതായത് നമ്മുടെ കേരള സ്റ്റേറ്റിന് വേണ്ടിയിട്ട് സീനിയർ അതോറിറ്റി, ഒരു സീനിയർ ബോർഡ് ഓഫ് റവന്യൂ അതോറിറ്റിയെ നിയമിക്കുന്നുണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ അസസിംഗ് അതോറിറ്റി വന്ന് ടാക്സ് തിട്ടപ്പെടുത്തുന്നു, നമ്മൾക്ക് അത് ഓക്കെ അല്ല എങ്കിൽ നമ്മൾ അപ്പലേറ്റ് ട്രിബ്യൂണലിനെ പോകുന്നു. അപ്പൊ നമ്മുടെ സ്റ്റേറ്റിന്റെ മൊത്തത്തിലുള്ള എന്താണ് റവന്യൂ വരുമാനം എല്ലാം കണക്കാക്കാനായിട്ട് ഒരു ബോർഡ് ഓഫ് റവന്യൂവിനെ നിയമിച്ചിട്ടുണ്ടാകും. ആ ബോർഡ് ഓഫ് റവന്യൂ തന്നെയാണ് ഇവിടെയും മീൻ ചെയ്യുന്നത്. ആ ബോർഡ് ഓഫ് റവന്യൂവിനെ നിയമിക്കുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? ദ കേരള ബോർഡ് ഓഫ് റവന്യൂ ആക്ട് 1957. ഓക്കെ അല്ലേ? കേരള ബോർഡ് ഓഫ് റവന്യൂ ആക്ട് 1957
7. ഓക്കെ, സെക്ഷൻ 2 ക്ലോസ് ഡി ആണ് കമ്പനി. അത് നമ്മൾ കമ്പനീസ് ആക്ട് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും അല്ലേ കമ്പനിയുടെ മീനിങ്. ആ സെയിം മീനിങ് കമ്പനീസ് ആക്ടിൽ എന്ത് മീനിങ് ആണോ നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് തന്നെയാണ് സെക്ഷൻ 2 ക്ലോസ് ഡിയിലും പറയുന്നത്. സെക്ഷൻ 2 ക്ലോസ് ഡി, കമ്പനി മീൻസ് എ കമ്പനി ആസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 3 ഓഫ് കമ്പനീസ് ആക്ട് 1956. സെക്ഷൻ 3 കമ്പനീസ് ആക്ട് 1956ന്റെ സെക്ഷൻ 3യിൽ എന്താണോ കമ്പനി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് എന്താണ് സെക്ഷൻ 2 കമ്പനിയിലും പറയുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു 7 നമ്മൾ പറഞ്ഞിട്ടില്ല, മേ ബി പഠിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. 7 മെമ്പേഴ്സോ അതിന് മുകളിലോ ഉള്ളതാണ് എങ്കിൽ അതൊരു പബ്ലിക് കമ്പനി ആകും. 5 മെമ്പേഴ്സോ അതിന് മുകളിലോ ഉള്ളതാണെങ്കിൽ 5 അല്ല 2 മെമ്പേഴ്സോ അതിന് മുകളിലോ ഉള്ളതാണെങ്കിൽ പ്രൈവറ്റ് കമ്പനി ആകും എന്നൊക്കെ കമ്പനീസ് ആക്ടിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കമ്പനീസ് ആക്ടിൽ പറയുന്ന ഡെഫിനിഷൻ എന്താണോ അത് തന്നെയാണ് ഇവിടെയും കമ്പനി എന്ന് പറയുന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അസസിങ് അതോറിറ്റി പഠിച്ചു, പിന്നെന്താണ് അപ്പലേറ്റ് ട്രിബ്യൂണൽ പഠിച്ചു, ബോർഡ് ഓഫ് റവന്യൂ പഠിച്ചു, കമ്പനി എന്താണെന്ന് പഠിച്ചു. നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കാം. സെക്ഷൻ 2 ക്ലോസ് ഡി എ, ഡയറക്റ്റ് ടു ഹോം ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ്. എന്താണ് ഈ DTH സർവീസ്? അതൊക്കെ മേ ബി നമ്മൾ ക്ലാസ് എടുത്തില്ലെങ്കിൽ കൂടിയും നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അല്ലേ. നമ്മൾ TV ഒക്കെ കാണുന്നവരാണെങ്കിൽ അറിയാവുന്ന കാര്യമായിരിക്കും. Direct to home broadcasting service or DTH service means a system of distribution of multi-channel television programs in KU band using a satellite system of providing television signals direct to the subscribers' premises in an encrypted form. Encrypted from അല്ല, encrypted form ആണ് കേട്ടോ. ഓക്കെ, encrypted form which will be received by an antenna and decrypted by an electronic device, thus providing television signals to the television set or other viewing devices of the subscriber without passing through an intermediary such as cable operator. ഓക്കെ, എന്താണ് ഈ DTH സർവീസ് എന്ന് പറഞ്ഞാൽ? പണ്ട് കാലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു TV പ്രവർത്തിച്ചിരുന്നത്? കൂടുതലും എന്താണ് കേബിൾ TV ഓപ്പറേറ്റർ വഴിയായിരുന്നു അല്ലേ. നമ്മളെ ബില്ലടച്ചില്ലെങ്കിൽ കേബിൾ വന്ന് കട്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കേബിൾ TV ഓപ്പറേറ്റർ വഴിയായിരുന്നു പണ്ട് നമ്മൾ TV ചാനൽസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെ അല്ലാതെ ഇപ്പോൾ കറന്റ്ലി ഒക്കെ എങ്ങനെയാണ് ഡയറക്റ്റ് ടു ഹോം ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് DTH സർവീസ് ആണ് നടത്തുന്നത്. അതായത് അവിടെ ഒരു മീഡിയേറ്റർ ഇല്ല, ഒരു ഇന്റർമീഡിയറി ഇല്ല, ഒരു കേബിൾ ഓപ്പറേറ്റർ ഇല്ല. കറക്റ്റ് എന്താണ് ഈ ബ്രോഡ്കാസ്റ്റ് ചാനൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന കമ്പനി എന്ത് ചെയ്യുന്നു? ഒരു സാറ്റലൈറ്റ് വഴി നമ്മുടെ വീടിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ആന്റിനയിലൂടെ നമ്മുടെ TVയിലേക്ക് ചാനൽസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇപ്പോൾ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഡയറക്റ്റ് ഹോം ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്ന് പറയുന്നത്. മീൻസ് എ സിസ്റ്റം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൾട്ടി ചാനൽ ടെലിവിഷൻ പ്രോഗ്രാംസ് ഇൻ KU ബാൻഡ്. ഈ KU ബാൻഡ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു പ്രത്യേക ഫ്രീക്വൻസി റേഞ്ചിലുള്ള ഒരു സാറ്റലൈറ്റിലൂടെ കടത്തിവിടുന്ന സാധനമാണ് ഈ KU ബാൻഡ് എന്ന് പറയുന്നത്. അതൊരു ഫ്രീക്വൻസി റേഞ്ച് ആണ്. ഈ സാറ്റലൈറ്റിൽ നിന്ന് നമ്മുടെ ആന്റിനയിലേക്ക് ഈ പറയുന്ന പ്രോഗ്രാംസ് കടത്തിവിടാനുള്ള, ആ സിഗ്നൽസ് കടത്തിവിടാനുള്ള ഒരു ഫ്രീക്വൻസി റേഞ്ച് ആണ് ഈ KU ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫ്രീക്വൻസി റേഞ്ചിനെയാണ് KU ബാൻഡ് എന്ന് പറയുന്നത്. ഈ ഫ്രീക്വൻസി റേഞ്ചിലൂടെ സാറ്റലൈറ്റിൽ നിന്ന് ടെലിവിഷൻ സിഗ്നൽസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ പ്രിമൈസസിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയിൽ നിന്ന് എന്താണ് ഒരു സാറ്റലൈറ്റിലൂടെ നമ്മുടെ ആന്റിനയിലേക്ക് കടത്തിവിടുന്നു. അതിലൂടെയാണ് നമ്മുടെ TVയിലേക്ക് ചാനൽസ് സംപ്രേഷണം ചെയ്യുന്നത്. മൾട്ടി ചാനൽ ടെലിവിഷൻ ആണ്. ഇപ്പോൾ തന്നെ ഒരു TVയിൽ ഇപ്പോൾ കൂടുതൽ പേരും മൊബൈലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിലൂടെ ആയിരിക്കും നമ്മൾ കൂടുതൽ ന്യൂസും മറ്റു കാര്യങ്ങളൊക്കെ അറിയുന്നത്. എന്നാലും TV കറന്റ്ലി യൂസ് ചെയ്യുന്നവർ, DTH സർവീസിലൂടെ TV യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്കിതുപോലെ ഒരുപാട് ചാനൽസ് ഉണ്ടാവും. ഏഷ്യാനെറ്റിന് തന്നെ ആണെങ്കിലും ഏഷ്യാനെറ്റ്, ഏഷ്യാനെറ്റ് പ്ലസ്, ഏഷ്യാനെറ്റ് മൂവീസ് തുടങ്ങി ഒട്ടനവധി ചാനലുകൾ ഉണ്ടാകും. സൂര്യ TV, ഫ്ലവേഴ്സ്, മഴവിൽ മനോരമ, അങ്ങനെ മൾട്ടി ചാനൽ ടെലിവിഷൻ പ്രോഗ്രാംസ് ഇതുപോലെ എങ്ങനെയാണ് നമ്മുടെ TVയിലേക്ക് എത്തുന്നത്? KU ബാൻഡ് എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി റേഞ്ചിലുള്ള ആ KU ബാൻഡ് യൂസ് ചെയ്ത് ഒരു സാറ്റലൈറ്റിലൂടെ എന്താണ് ആ ടെലിവിഷൻ സിഗ്നൽസ് സബ്സ്ക്രൈബേഴ്സിന്റെ പ്രിമൈസസിലുള്ള, നമ്മുടെ വീടിന് മുകളിലൊക്കെ ആന്റിന സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ആന്റിനയിലൂടെ നമ്മുടെ TVയിലേക്ക് എത്തുന്നു ആ സിഗ്നൽസ്. അങ്ങനെയാണ് നമുക്ക് ആ പ്രോഗ്രാംസ് കാണാൻ പറ്റുന്നത്.
വിച്ച് വിൽ ബി റിസീവ്ഡ് ബൈ ആൻ ആന്റിന ആൻഡ് ഡീക്രിപ്റ്റഡ് ബൈ ആൻ ഇലക്ട്രോണിക് ഡിവൈസ്. ഒരു ഇലക്ട്രോണിക് ഡിവൈസ് വഴി അതെന്ത് ചെയ്യുന്നുണ്ട്? ഡീക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. ഡീക്രിപ്റ്റ് എന്ന് ചെയ്യുന്നത് ഇപ്പം സെറ്റ് ഓഫ് ബോക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടിവിയുടെ മുകളിൽ ഒരു കുഞ്ഞു ബോക്സ് കാണത്തില്ലേ, ഈ ആന്റിന വഴി ശേഖരിക്കുന്ന ആ സിഗ്നൽസ് ഒരു സെറ്റ് ഓഫ് ബോക്സ് വഴി നമ്മുടെ ടി വിയിലേക്ക് എത്തിക്കുന്നു. ആ സെറ്റ് ഓഫ് ബോക്സ് ആണ് അത് ഡീക്രിപ്റ്റ് ചെയ്ത് ചാനലായിട്ട് നമ്മുടെ ടി വിയിൽ കാണിച്ചു തരുന്നത്. ടെലിവിഷൻ സിഗ്നൽസ് ടു ദ ടെലിവിഷൻ സെറ്റ് ഓർ അതർ വ്യൂയിങ് ഡിവൈസസ് ഓഫ് ദ സബ്സ്ക്രൈബർ വിതൗട്ട് പാസിംഗ് ത്രൂ ആൻ ഇന്റർമീഡിയറി സച്ച് ആസ് കേബിൾ ഓപ്പറേറ്റർ. ഒരു കേബിൾ ഓപ്പറേറ്റർ ഇല്ലാതെ, ഒരു ഇന്റർമീഡിയറി ഇല്ലാതെ നമ്മുടെ ടി വിയിലേക്ക് ഈ സിഗ്നൽസ് എത്തിച്ചു തരുന്ന ആ സർവീസിനെയാണ് DTH ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൾട്ടി ചാനൽ ടെലിവിഷൻ പ്രോഗ്രാം ഇൻ KU ബാൻഡ്. KU ബാൻഡ് വഴി എന്താണ്, ഒരു സാറ്റലൈറ്റിലൂടെ ആ ടെലിവിഷൻ സിഗ്നൽസ് ഡയറക്റ്റ് ടു ദി സബ്സ്ക്രൈബേഴ്സ് പ്രിമൈസസ്, സബ്സ്ക്രൈബറിന്റെ പ്രിമൈസസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എൻക്രിപ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. എന്താണ്, ബൈ ആൻ ആന്റിന, ഒരു ആന്റിനയിലൂടെ ഡീക്രിപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഇലക്ട്രോണിക് ഡിവൈസിലൂടെ. അങ്ങനെയാണ് നമ്മുടെ ടി വിയിലേക്ക് ഈ മൾട്ടി ചാനൽസ് കടന്നു വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ പറയാം, കൺഫ്യൂഷൻ ആയോ? ഈ DTH ഡയറക്റ്റ് ഹോം ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ടി വിയിലേക്ക് ഈ ഡിഫറെൻറ്റ് ചാനൽസ് കിട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. DTHലൂടെ ആണെങ്കിൽ, അതായത് നമ്മുടെ വീട്ടിന് മുകളിൽ ഒരു ആന്റിന സ്ഥാപിച്ചിരിക്കും. ഈ ചാനൽസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന കമ്പനി എന്ത് ചെയ്യുന്നു? അത് ഒരു KU ബാൻഡ്, അത്തരത്തിലൊരു KU ബാൻഡ് എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി റേഞ്ചിലൂടെ ഒരു സാറ്റലൈറ്റ് വഴി നമ്മുടെ വീടിന് മുകളിലിരിക്കുന്ന ഈ ആന്റിനയിലേക്ക് സിഗ്നൽസ് എത്തിക്കുന്നു. ഈ ആന്റിനയിൽ നിന്ന് അത് എന്താണ്, ഡീക്രിപ്റ്റ് ചെയ്ത് നമ്മുടെ ടി വിക്ക് മുകളിലുള്ള സെറ്റ് ഓഫ് ബോക്സ് ഇല്ലേ, അത്തരത്തിലൊരു ഇലക്ട്രോണിക് ഡിവൈസ് വഴി നമ്മുടെ ടി വിയിലേക്ക് ഈ സിഗ്നൽസ് എത്തിക്കുന്നു. അതിനെയാണ് DTH സർവീസ് എന്ന് പറയുന്നത്, ഡയറക്റ്റ് ടു ഹോം ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ്. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഡെഫിനിഷനിൽ നോക്കാം. ഇനി അടുത്തത് സെക്ഷൻ 2 ക്ലോസ് DB ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് DTH സർവീസിനെയാണ്. ഇനി പറയാൻ പോകുന്നത് DTH ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഡയറക്റ്റ് ടു ഹോം ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡർ മീൻസ് എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 1956, സെൻട്രൽ ആക്ട് 1 of 1956, having granted license to provide direct to home broadcasting service by the Government of India under Section 4 of the Telegraph Act 1885 and Indian Wireless Telegraphy Act 1933 and providing such service within the state. അപ്പോൾ എന്താണ് ഈ സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത്? ഈ സർവീസ് പ്രൊവൈഡർ എന്താണ്? ഒരു കമ്പനിയാണ്. DTH സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. ആ കമ്പനി എങ്ങനെയുള്ളൊരു കമ്പനി ആയിരിക്കണം? കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട് 1956. കമ്പനീസ് ആക്ട് 1956 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കണം ഈ DTH ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. പിന്നെയോ അത് മാത്രമല്ല, ഹാവിംഗ് ഗ്രാൻഡഡ് ലൈസൻസ് ടു പ്രൊവൈഡ്, ഈ DTH ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് നടത്താനായിട്ട് ലൈസൻസ് ലഭിച്ചിരിക്കണം. ആ ലൈസൻസ് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലൈസൻസ് നൽകിയിരിക്കണം. നമ്മുടെ ഈ DTH സർവീസ് നടത്താനായിട്ട് ഈ കമ്പനിക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് നൽകണം? ലൈസൻസ് നൽകിയിരിക്കണം. ഓക്കെ, അത് ഏത് പ്രകാരമാണ് ലൈസൻസ് നൽകുന്നത്? അണ്ടർ സെക്ഷൻ 4 ഓഫ് ടെലഗ്രാഫ് ആക്ട് 1885 ആൻഡ് ഇന്ത്യൻ വയർലെസ് ടെലഗ്രാഫി ആക്ട് 1933. ടെലഗ്രാഫ് ആക്ട് 1885 പ്രകാരവും ഇന്ത്യൻ വയർലെസ് ടെലഗ്രാഫി ആക്ട് 1933 പ്രകാരവും ഇന്ത്യ ഗവൺമെന്റ് ലൈസൻസ് നൽകിയിട്ടുള്ള, എന്തിന്? DTH ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് നടത്താൻ ലൈസൻസ് നൽകിയിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് കമ്പനിയാണ് എന്തെന്ന് പറയുന്നത്? DTH ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ആൻഡ് പ്രൊവൈഡിങ് സച്ച് സർവീസ് വിത്തിൻ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിനകത്ത് സർവീസ് ചെയ്യുന്നതായിരിക്കണം. ഈ DTH ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിനകത്ത് തന്നെ സർവീസ് നടത്തുന്ന ഒരു കമ്പനി ആയിരിക്കണം. അപ്പോൾ DTH ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്.
എങ്ങനെയുള്ള കമ്പനി? രജിസ്റ്റേർഡ് കമ്പനിയാണ്. ഓക്കെ, രജിസ്റ്റേർഡ് കമ്പനിയാണ്. എന്താണ്? അത് ഏത് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം? ഒന്നിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കൂട്ടാം. കമ്പനീസ് ആക്ട് 1956 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കണം ഈ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? അതിന് ലൈസൻസ് ഗ്രാൻഡ് ചെയ്തിരിക്കണം. 2, ഗ്രാൻഡഡ് ലൈസൻസ് ടു പ്രൊവൈഡ് ഡയറക്റ്റ് ഹോം ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ്. ഈ DTH സർവീസ് നടത്താനായിട്ട് ലൈസൻസ് ലഭിച്ചിരിക്കണം. ഈ ലൈസൻസ് ആരാണ് നൽകുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് നൽകുന്നത്. ഏത് ആക്ട് പ്രകാരമാണ് നൽകുന്നത്? സെക്ഷൻ 4 ഓഫ് ടെലഗ്രാഫ് ആക്ട് 1885 ഇന്ത്യൻ വയർലെസ് ടെലിഗ്രഫി ആക്ട് 1933 പ്രകാരം ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലൈസൻസ് നൽകിയിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കണം. പിന്നെ എന്താണ്? ആൻഡ് പ്രൊവൈഡിങ് സച്ച് സർവീസ് വിത്തിൻ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിനകത്ത് തന്നെ എന്ത് നൽകുന്നത്? സർവീസ് നടത്തുന്നതായിട്ടുള്ള ഒരു കമ്പനിയും ആയിരിക്കണം. അപ്പോൾ 3 കാര്യങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കണം. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. 2 എന്താണ്? അതിന് ലൈസൻസ് ഇന്ത്യ ഗവൺമെന്റ് ഗ്രാൻഡ് ചെയ്തിരിക്കണം. ഏതൊക്കെ ആക്ട് പ്രകാരം? സെക്ഷൻ 4 ഓഫ് ടെലഗ്രാഫ് ആക്ട് 1885 ഇന്ത്യൻ വയർലെസ് ടെലിഗ്രഫി ആക്ട് 1933. 3ാമത്തെ പോയിന്റ് എന്താണ്? അത് സ്റ്റേറ്റിനകത്ത് തന്നെ സർവീസ് നടത്തുന്ന ഒരു കമ്പനിയും ആയിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ഡെഫിനിഷനിലോട്ട് പോകാം. സെക്ഷൻ 2 ക്ലോസ് D ആണ് അടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 2 ക്ലോസ് DD ഹൗസ് ബോട്ട്. അതിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഈ ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അറിയാമല്ലേ? മേ ബി പലരും പോയിട്ടും ഉണ്ടാവും. ഹൗസ് ബോട്ടിലൊക്കെ നമ്മൾ യാത്ര ചെയ്യാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ സെക്ഷൻ 2 ക്ലോസ് DDയിലാണ് ഹൗസ് ബോട്ടിന്റെ ഡെഫിനിഷൻ പറയുന്നത്. ഹൗസ് ബോട്ട് മീൻസ് എ ഫ്ലോട്ടിംഗ് വെസൽ യൂസ്ഡ് ഫോർ ബോട്ടിംഗ്. എല്ലാവർക്കും അറിയാമല്ലേ? വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു ഫ്ലോട്ടിംഗ് വെസലാണ് യൂസ്ഡ് ഫോർ ബോട്ടിംഗ്. പ്രൊവൈഡഡ് വിത്ത്, അതാണ് ഇമ്പോർട്ടൻറ്റ്, അമ്യൂണിറ്റീസ് ആൻഡ് സർവീസസ് റെൻഡേഡ് ബൈ വേ ഓഫ് ബിസിനസ് ഫോർ എ മോണിറ്ററി കൺസിഡറേഷൻ. ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് വെസലാണ്. വെള്ളത്തിലൂടെ ഒഴുകുന്ന ബോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് വെസലാണ്. അത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം? അമ്യൂണിറ്റീസ് ആൻഡ് സർവീസസ് റെൻഡേഡ് ബൈ വേ ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ബോട്ടിംഗ് സർവീസ് ആണ്. എങ്ങനെ? ഫോർ എ മോണിറ്ററി കൺസിഡറേഷൻ. നമ്മുടെ ക്യാഷിന് വേണ്ടിയിട്ട്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് ആയിട്ട് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ബോട്ടിംഗ് സർവീസിനെയാണ് നമ്മുടെ കേരള ടാക്സ് ഓൺ ലക്ഷറീസ് ആക്ട് പ്രകാരം ഹൗസ് ബോട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്കൊരു ഹൗസ് ബോട്ട് ഉണ്ട്. ഞാൻ ഹൗസ് ബോട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വരാറുണ്ട്. അവരവിടെ ചിലപ്പോഴൊക്കെ താമസിക്കാറുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അത് ലക്ഷറി ടാക്സ് ആക്ടിൽ പെടുന്ന ഒരു ഹൗസ് ബോട്ട് ആണോ? അല്ല. കാരണം ഞാൻ അവിടെ മോണിറ്ററി കൺസിഡറേഷൻ വാങ്ങുന്നില്ല. ഞാൻ അത് എൻ്റെ ഒരു റെസിഡൻഷ്യൽ പർപ്പസിന് ഞാൻ കൊണ്ടു നടക്കുന്നതാണ്. അവിടെ ഒരു ബിസിനസ് ഞാൻ നടത്തുന്നുമില്ല. അങ്ങനെയാണ് എങ്കിൽ ആ ഹൗസ് ബോട്ട് കേരള ടാക്സ് ഓൺ ലക്ഷറീസ് ആക്ടിൽ പെടില്ല. അതിൽ ഉൾപ്പെടണമെങ്കിൽ എന്ത്? വിത്ത് അമ്യൂണിറ്റീസ് ആൻഡ് സർവീസസ് റെൻഡേഡ് ബൈ വേ ഓഫ് ബിസിനസ് ഫോർ എ മോണിറ്ററി കൺസിഡറേഷൻ. ഒരു മോണിറ്ററി കൺസിഡറേഷൻ വാങ്ങിച്ചുകൊണ്ട് ഞാനൊരു ബിസിനസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒന്നാണ് എങ്കിൽ മാത്രമേ ആ ഹൗസ് ബോട്ട് നമ്മുടെ കേരള ടാക്സ് ഓൺ ലക്ഷറീസ് ആക്ട് 1976 ഉൾപ്പെടുള്ളൂ. ഓക്കെ, അപ്പോൾ സെക്ഷൻ 2DDയിലാണ് ഹൗസ് ബോട്ട് എന്താണെന്ന് പറയുന്നത്. അതൊരു ഫ്ലോട്ടിംഗ് വെസലാണെന്ന് നമുക്കറിയാം. ഫോർ ബോട്ടിംഗ് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്? വിത്ത് അമ്യൂണിറ്റീസ് ആൻഡ് സർവീസസ് റെൻഡേഡ് ബൈ വേ ഓഫ് ബിസിനസ് ഫോർ എ മോണിറ്ററി കൺസിഡറേഷൻ. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു മോണിറ്ററി കൺസിഡറേഷന് വേണ്ടി ഞാൻ ഒരു ബിസിനസ് ആയിട്ട് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ഫ്ലോട്ടിംഗ് വെസൽ ബോട്ടിങ്ങിന്, അങ്ങനെയാണെങ്കിൽ അത് ഹൗസ് ബോട്ടാണ്. 2DD സിമ്പിൾ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് സെക്ഷൻ 2 ക്ലോസ് DE. എന്താണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്? നമ്മൾ മാസത്തിൽ ഒരു 2 വട്ടമെങ്കിലും ഹോസ്പിറ്റലിൽ പോകും അല്ലേ? എന്നാൽ നമ്മൾ പോകുന്ന ഹോസ്പിറ്റൽ മാത്രമാണോ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷനിൽ? നോക്കാം. സെക്ഷൻ 2DE ആണ് ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷൻ പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ്, അതായത് ഹോസ്പിറ്റൽ എന്ന മീനിങ്ങിൽ ഇന്നതും പെടും. അതാണ് ഇൻക്ലൂഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് എ നഴ്സിംഗ് ഹോം, തെറാപ്പി സെന്റർ, rejuvenation or recuperation center,
nature care or cure center, Ayurvedic cure or care center, Siddha center or any other treatment center, personal care center and beauty treatment center by whatever name called. അതായത് എല്ലാ നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് വൈസ് ആയിട്ട് നമ്മൾ പോകുന്ന എല്ലാ സെന്ററുകളെയും ഇവിടെ ഹോസ്പിറ്റൽ എന്ന മീനിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നഴ്സിംഗ് ഹോം ആകാം, തെറാപ്പി സെന്റർ ആകാം, ഇപ്പോൾ ഫിസിയോതെറാപ്പി അത്തരത്തിലുള്ള തെറാപ്പി സെന്റർ ആകാം, അല്ലെങ്കിൽ റെജുവിനേഷൻ ഓർ റെക്യൂപ്പറേഷൻ സെന്റർ ആകാം. ഇനി നേച്ചർ കെയർ ഓർ ക്യൂർ സെന്റർ, പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങൾ, ആയുർവേദിക് ക്യൂർ ഓർ കെയർ സെന്റർ, ആയുർവേദ കേന്ദ്രങ്ങൾ, ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങൾ, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഹോസ്പിറ്റലിന്റെ കീഴിൽ വരും. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, സിദ്ധ സെന്റർ ഉണ്ട്, അത് ട്രീറ്റ്മെന്റ് സെന്റർ ഉണ്ട്, പേഴ്സണൽ കെയർ സെന്റർ ആൻഡ് ബ്യൂട്ടി ട്രീറ്റ്മെന്റ് സെന്റർ. ബ്യൂട്ടി പാർലറോ ബ്യൂട്ടി ട്രീറ്റ്മെന്റ് സെന്ററോ അങ്ങനെ പറയുന്ന ഏതൊരു സെന്ററും വാട്ട് എവർ നെയിം കളുടെ ഏത് പേരിൽ വിളിച്ചാലും എന്താണ്? അത് ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷനിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ കേരള ടാക്സ് ഓൺ ലക്ഷറീസ് ആക്ടിന്റെ ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷനിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? നഴ്സിംഗ് ഹോം, തെറാപ്പി സെന്റർ, റെജുവിനേഷൻ ഓർ റെക്യൂപ്പറേഷൻ സെന്റർ, നേച്ചർ കെയർ ഓർ ക്യൂർ സെന്റർ, ആയുർവേദിക് ക്യൂർ ഓർ കെയർ സെന്റർ, സിദ്ധ സെന്റർ ഓർ എനി അതർ ട്രീറ്റ്മെന്റ് സെന്റർ, പേഴ്സണൽ കെയർ സെന്റർ ആൻഡ് ബ്യൂട്ടി ട്രീറ്റ്മെന്റ് സെന്റർ. മേ ബി ഇതൊക്കെ ആയിരിക്കും PSC എന്താണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലർ എന്ന് പറയുന്നത് കേരള ടാക്സ് ഓൺ ലക്ഷറീസ് ആക്ടിന്റെ കീഴിൽ വരുമ്പോൾ ഹോസ്പിറ്റലിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുമോ എന്നുള്ളതായിരിക്കും ചോദിക്കുന്നത്. ഈ ബ്യൂട്ടി ട്രീറ്റ്മെന്റ് സെന്റർ ബൈ വാട്ട് എവർ നെയിം കാർഡ്, അതിന് ഏത് പേരിൽ വിളിച്ചാലും എന്താണ്? അത് ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷനിൽ വരുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ടിന്റെ ഡെഫിനിഷനും പഠിച്ചു, ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷനും പഠിച്ചു. നെക്സ്റ്റ് നോക്കാം. സെക്ഷൻ 2 ക്ലോസ് DF, ഹോം സ്റ്റേ. എന്താണ് ഹോം സ്റ്റേ എന്ന് പറയുന്നത്? ഹോം സ്റ്റേ മീൻസ് ആൻ അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ എ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഓർ ഹൗസ് ഓർ അപ്പാർട്ട്മെന്റ്സ് ഓർ പാർട്ട് thereof with 3 rooms or above where any person can stay for comfort or pleasure for consideration. അപ്പോൾ ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ അക്കോമഡേഷൻ, നമുക്ക് താമസിക്കാനായിട്ടുള്ള ഒരു സ്ഥലം, പ്രൊവൈഡഡ് ഇൻ എ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു അക്കോമഡേഷൻ ആണ്. ഓർ ഹൗസ്, അതൊരു ഹൗസ് ആകാം, അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് ആകാം. ഓർ പാർട്ട് thereof, ഒരു അപ്പാർട്ട്മെന്റിന്റെ പാർട്ടും ആകാം. വിത്ത് 3 rooms or above, അതൊരു ഹൗസ് ആയാലും അപ്പാർട്ട്മെന്റ് ആയാലും റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയാലും എത്ര റൂംസ് ഉണ്ടായിരിക്കണം? 3 റൂമോ അതിനു മുകളിലോ ഉണ്ടായിരിക്കണം. വിത്ത് 3 rooms or above where any person can stay for comfort or pleasure. ഇപ്പോൾ എന്താണ്? ഒരു സ്റ്റേക്കേഷന് വേണ്ടി വരുന്നതാകാം, അല്ലെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു PG നമ്മൾ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്നതായിരിക്കാം. അത് കംഫർട്ടിനാകാം, പ്ലഷറിനാകാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു കംഫർട്ടിനോ പ്ലഷറിനോ വേണ്ടി താമസിക്കുന്നു. എങ്ങനെ? ഫോർ കൺസിഡറേഷൻ. കൺസിഡറേഷൻ എന്താണ്? മോണിറ്ററി കൺസിഡറേഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്യാഷ് കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു അപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ഒരു ഹൗസിലോ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലോ നമ്മൾ താമസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ അത് ഹോം സ്റ്റേ ആകും. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ്? ആ ഹോം സ്റ്റേയിൽ 3 അതിലധികമോ റൂമുകൾ ഉണ്ടായിരിക്കണം. ഈ 3 അതിലധികമോ റൂമുകൾ ഇതുപോലെ എന്താണ് ഹോം സ്റ്റേ ആയിട്ട് നൽകണം എന്ന് അങ്ങനെയല്ല. അത് ആ ബിൽഡിങ്ങിൽ, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിലോ ഹൗസ് ആണെങ്കിലോ അപ്പാർട്ട്മെന്റിലാണെങ്കിലോ 3 അതിലധികമോ റൂമുകൾ ഉണ്ടായിരിക്കണം. അതിലേതെങ്കിലുമൊക്കെ എന്താണ് ഇത് കണക്ക് ഹോം സ്റ്റേ ആയിട്ട് പ്ലഷറിനോ കംഫർട്ടിനോ വേണ്ടി നമ്മൾ ഈ ക്യാഷ് വാങ്ങിച്ചുകൊണ്ട് നൽകുന്നു. അതിനെയാണ് ഹോം സ്റ്റേ എന്ന് പറയുന്നത്. ഫോർ കൺസിഡറേഷൻ. നമ്മുടെ ലോയിലൊക്കെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ് മീൻ ചെയ്യുന്നത്? മിക്കവാറും മോണിറ്ററി കൺസിഡറേഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഹോം സ്റ്റേ ആണെങ്കിൽ നമ്മൾ ഒരു അക്കോമഡേഷൻ ആണ്. റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആകാം, ഹൗസ് ആകാം, അപ്പാർട്ട്മെന്റ് ആകാം. അവിടെ എങ്ങനെ 3 അതിലധികമോ റൂമുകൾ ഉണ്ടായിരിക്കണം. അവിടെ നമ്മൾ ഒരു പൈസ കൊടുത്തുകൊണ്ട് താമസിക്കുന്നുവെങ്കിൽ അത് ഹോം സ്റ്റേ ആണ്. ഓക്കെ, സെക്ഷൻ 2 ക്ലോസ് ചെയ്ത് നോക്കിയേ. അടുത്തത് ഹോട്ടൽ. എന്താണ് ഹോട്ടൽ എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത്? Hotel means a building or part of a building where residential accommodation is by way of business provided for a monetary consideration and includes a lodging house. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ മീൻ ചെയ്യുന്നത്? ഒരു ബിൽഡിംഗ് ആകാം, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ പാർട്ടാകാം. വേർ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ഈസ് ബൈ വേ ഓഫ്
ബിസിനസ്. അതൊരു റെസിഡൻഷ്യൽ അക്കോമഡേഷൻ നടത്തുന്ന ഒരു സ്ഥാപനമല്ല, ഒരു ബിൽഡിംഗ് ആയിരിക്കും. അത് ബിസിനസ് ആയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. ഫോർ എ മോണിറ്ററി കൺസിഡറേഷൻ, ഇതുപോലെ ക്യാഷ് വാങ്ങിച്ചുകൊണ്ട് നടത്തുന്ന ഒരു റെസിഡൻഷ്യൽ അക്കോമഡേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആയിരിക്കും. ഇൻക്ലൂഡ്സ് എ ലോഡ്ജിങ് ഹൗസ്. അതിൽ എന്തും ഉൾപ്പെടും, ലോഡ്ജിങ് ഹൗസും ഉൾപ്പെടും. നമ്മൾ ഈ ലോഡ്ജില്ലേ, ലോഡ്ജസും എല്ലാം ഹോട്ടലിന്റെ മീനിങ്ങിൽ ഉൾപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഹോട്ടൽ മീൻസ് എ ബിൽഡിംഗ് ഓർ പാർട്ട് ഓഫ് എ ബിൽഡിംഗ് വെയർ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ഈസ്. റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ആണ് അവിടെ എന്ത് ബിസിനസ് ആയിട്ട് അവര് റൺ ചെയ്ത് കൊണ്ടുപോകുന്നത്. എങ്ങനെ? മോണിറ്ററി കൺസിഡറേഷൻ വാങ്ങിച്ചുകൊണ്ട്, ക്യാഷ് വാങ്ങിച്ചുകൊണ്ട്. ആൻഡ് ഇൻക്ലൂഡ്സ് എ ലോഡ്ജിങ് ഹൗസ്. അതിൽ എന്തും ഉൾപ്പെടും, ഒരു ലോഡ്ജിങ് ഹൗസും ഉൾപ്പെടുന്നതായിരിക്കും. അപ്പൊ ഇത്രയും പറഞ്ഞ ഡെഫിനിഷൻസ് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാവേ. അപ്പൊ നമ്മുടെ ആക്ട് നിലവിൽ വന്നത് നമ്മൾ പറഞ്ഞു എന്താണെന്ന്. കേരള ടാക്സ് ഓൺ ലക്ഷറീസ് ആക്ട് 1976 1 ജൂലൈ 1976 നിലവിൽ വന്നിട്ടുള്ളത്. ടാക്സ് ചുമത്താനും അത് ഈടാക്കാനും വേണ്ടിയിട്ട്, ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ടാക്സ് ചുമത്താനും ഈടാക്കാനും വേണ്ടിയിട്ടായിരിക്കും ലക്ഷറീസ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതിൽ ഞാൻ പറയാം, നമ്മൾ കറണ്ട് അഫേഴ്സ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കും. ഇനി ആഡംബര നികുതി ഇല്ല എന്നൊക്കെ തമ്പനയിൽ കൊടുത്തുകൊണ്ട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടു കാണും. അതും ഇതുമായിട്ട് കൂട്ടിക്കലർത്തി വായിക്കരുത്. അവിടെ ഉദ്ദേശിക്കുന്നത് ആഡംബര നികുതി എന്ന പേര് മാറ്റിയിട്ട് അധിക നികുതി, അഡീഷണൽ ടാക്സ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതും നമ്മുടെ കേരള ടാക്സ് ഓൺ ലക്ഷറീസ് ആക്ടിനെ ബാധിക്കുന്നതല്ല. അത് കേരള ബിൽഡിംഗ് ടാക്സ് ആക്ടിൽ ലക്ഷറീസ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളുടെ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെയാണ് ഈ ലക്ഷറി ടാക്സ് എന്ന വേർഡ് മാറ്റിയിട്ട് അഡീഷണൽ ടാക്സ് കൊണ്ടുവന്നിട്ടുള്ളത്. അതും ഇതുമായിട്ട് കൂട്ടിക്കലർത്തി ചിന്തിക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെന്താണ് ഡെഫിനിഷൻസിൽ നമ്മൾ അസസിംഗ് അതോറിറ്റി പറഞ്ഞു. 3(1) ആണ് ഈ ആക്ടിന്റെ 3(1) പ്രകാരം അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പലേറ്റ് ട്രിബ്യൂണൽ പറഞ്ഞു. കേരള ജനറൽ സെയിൽസ് ടാക്സ് ആക്ടിലെ സെക്ഷൻ 4 പ്രകാരം അപ്പോയിന്റ് ചെയ്യുന്നത്. ബോർഡ് ഓഫ് റവന്യൂ പറഞ്ഞു. കേരള ബോർഡ് ഓഫ് റവന്യൂ ആക്ട് 1957 പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ബോർഡ് ഓഫ് റവന്യൂ ആണ്. കമ്പനിയുടെ മീനിങ് എന്താണ്? നമ്മുടെ കമ്പനീസ് ആക്ടിൽ പറയുന്ന അതേ മീനിങ് തന്നെയാണെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ DTH ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് നമ്മൾ പറഞ്ഞു. അതിലൊരു കേബിൾ ഓപ്പറേറ്റർ ഇല്ലാതെ, ഒരു ഇന്റർമീഡിയറി ഇല്ലാതെ എങ്ങനെയാണ് ഈ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ചാനലുകാർ അവരുടെ ഈ സിഗ്നൽസ് എങ്ങനെ ഒരു KU ബാൻഡ് ഫ്രീക്വൻസി ഉപയോഗിച്ച് ഒരു സാറ്റലൈറ്റിലൂടെ നമ്മുടെ പ്രിമൈസസിന്, നമ്മുടെ വീടിന് മുകളിലിരിക്കുന്ന ആന്റിനയിൽ എത്തിക്കുകയും അവിടെ നിന്ന് അത് ഡീക്രിപ്റ്റ് ചെയ്ത് നമ്മുടെ സെറ്റ് ഓഫ് ബോക്സ് വഴി നമ്മുടെ TV-യിലേക്ക് ഈ ചാനൽസ് കൊണ്ടുവരികയും ചെയ്യും. ഇതിനെയാണ് DTH സർവീസ് എന്ന് പറയുന്നത്. അവിടെ ഒരു കേബിൾ ഓപ്പറേറ്റർ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് DTH ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് പ്രൊവൈഡർ എന്താണെന്നാണ്. അതൊരു കമ്പനിയാണെന്ന് നമ്മൾ പറഞ്ഞു. അതൊരു രജിസ്റ്റേർഡ് കമ്പനിയാണ്. ഏത് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യുന്നത്? കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതിന് ലൈസൻസ് ഉണ്ടായിരിക്കണം. എന്തിനുള്ള ലൈസൻസ്? ഈ DTH സർവീസ് നടത്താനുള്ള ലൈസൻസ്. അത് ആരാണ് നൽകുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് അത് നൽകുന്നത്. ഏത് ആക്ട് പ്രകാരമാണ് അത്തരം ലൈസൻസ് നൽകുന്നത്? ടെലഗ്രാഫ് ആക്ട് 1885 പ്രകാരവും ഇന്ത്യൻ വയർലെസ് ടെലിഗ്രഫി ആക്ട് 1933 പ്രകാരവുമാണ് അങ്ങനെ ഒരു ലൈസൻസ് നൽകുന്നതെന്ന് പറഞ്ഞു. പിന്നെ അത് സ്റ്റേറ്റിനകത്ത് തന്നെ സർവീസ് നടത്തുന്നതായിരിക്കണമെന്നും പറഞ്ഞു. നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്നത് ഹൗസ് ബോട്ടിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. എന്താണ് ഹൗസ് ബോട്ട് എന്ന് പറയുന്നത്? അത് ഒരു ഫ്ലോട്ടിംഗ് വെസലാണ്, വെള്ളത്തിലൂടെ ബോട്ടിംഗ് സർവീസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ആക്ട് പ്രകാരം അത് ഹൗസ് ബോട്ട് ആകണമെങ്കിൽ എന്ത് വേണം? അതൊരു മോണിറ്ററി കൺസിഡറേഷന് വേണ്ടിയിട്ട് മറ്റ് ഫെസിലിറ്റീസോടുകൂടി ഉപയോഗിക്കുന്ന ഒരു ബിസിനസ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ഹൗസിംഗ് ബോട്ട് ആയിരിക്കണം. 2(d)(e)ൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ എന്നുള്ളത് പറയുന്നുണ്ട്. ആ ഹോസ്പിറ്റലിൽ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. നഴ്സിംഗ് ഹോം, തെറാപ്പി ഹോം, റെക്യുപ്പറേഷൻ, നാച്ചർ കെയർ, അങ്ങനെ പ്രകൃതി ചികിത്സയായാലും ആയുർവേദ കേന്ദ്രമായാലും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ബ്യൂട്ടി ട്രീറ്റ്മെന്റ് സെന്ററും ഉൾപ്പെടുന്നുണ്ട്. അതും ഹോസ്പിറ്റൽ എന്ന മീനിങ്ങിലാണ് നമ്മുടെ ഈ ആക്ടിൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഹോം സ്റ്റേ. ഹോം സ്റ്റേ എന്ന് പറയുന്നത്? ഓക്കെ, ഹോം സ്റ്റേ ഹോം സ്റ്റേ എന്ന് പറയുന്നത് ഒരു അക്കോമഡേഷൻ ആണ് പ്രൊവൈഡഡ് ഫോർ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലോ ഒരു ഹൗസിലോ അപ്പാർട്ട്മെന്റിലോ നമ്മൾ ഒരു അക്കോമഡേഷന് വേണ്ടി ചെല്ലുകയാണ്. അവിടെ 3 അതിലധികമോ റൂമുകൾ ഉള്ള ഒരു സ്ഥലമാണ്. ഇത് അവരൊരു ബിസിനസ് ആയിട്ടാണ് റൺ ചെയ്യുന്നത് എങ്കിൽ, പൈസ വാങ്ങിച്ചുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ അതൊരു ഹോം സ്റ്റേ ആണ്. 2(e)ൽ പറയുന്നത്? ഹോട്ടലിന്റെ മീനിങ്ങിൽ എന്തൊക്കെ ഉൾപ്പെടും എന്നുള്ളതാണ്.
ഹോട്ടലിൻ്റെ മീനിങ്ങിൽ എന്താണ് ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗമോ അത് അവരുടെ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ആയിട്ട് അവരൊരു ബിസിനസ് ആയിട്ട് റൺ ചെയ്യുകയാണ്. മാത്രമല്ല അതിലെന്തും ഉൾപ്പെടും, അതിൽ ലോഡ്ജിങ് ഹൗസസും ഉൾപ്പെടും. ഓക്കെ, ഗവൺമെൻറ് റൺ ചെയ്യുന്ന ഗസ്റ്റ് ഹൗസും ഹോം സ്റ്റേയിൽ ഹോട്ടലിൻ്റെ മീനിങ്ങിൽ ഉൾപ്പെടും കേട്ടോ. ഗവൺമെൻറ് റൺ ചെയ്യുന്നതായാലും ഒരു കമ്പനി റൺ ചെയ്യുന്നതായാലും എല്ലാം അതെന്താണ്, അത്തരത്തിലുള്ള ഗസ്റ്റ് ഹൗസുകളും ഹോട്ടലിൻ്റെ മീനിങ്ങിൽ ഉൾപ്പെടും. അപ്പോൾ അതിനും ലക്ഷറീസ് ടാക്സ് പേ ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? ഇത്രയും മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ സെക്ഷൻ 2 ക്ലോസ് E വരെയുള്ള ഡെഫിനിഷൻസ് ആണ് പഠിച്ചിട്ടുള്ളത്. സെക്ഷൻ 2 ക്ലോസ് L വരെ ഡെഫിനിഷൻസ് ഉണ്ട്, പക്ഷെ അത് നമുക്കൊരു ഒറ്റ ക്ലാസ്സിൽ എന്താണ് പഠിച്ചു തീർക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ ഇന്ന് 2 ക്ലോസ് E വരെ പറഞ്ഞിട്ടുണ്ട്. ഹോട്ടലിൻ്റെ ഡെഫിനിഷൻ വരെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതായാലും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഇൻഫോം ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.